പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങേ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൊരിന്ത്യസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16 മുതൽ. ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു. കർത്താവ് ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലത് കരമുയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. അച്ഛൻ പറയുന്നത് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് കരുതുന്നു. ക്ലിയർ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർമ്മല മാതാവിന്റെ തിരുനാൾ വളരെ മനോഹരമായി ആഘോഷിക്കാൻ കർമ്മല മലയിൽ പെയ്ത മഴയേക്കാൾ വലിയ മഴയോടുകൂടെ നമുക്ക് അത് ആഘോഷിക്കാൻ, അത്ര വലിയ മഴ പെയ്തിട്ടും നമുക്ക് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകാത്ത വിധത്തിൽ എല്ലാം ക്രമപ്പെടാൻ, അത് മാത്രമല്ല മഴ പെയ്തത് പല കാരണങ്ങൾ കൊണ്ട് സൗകര്യമാകുന്ന രീതിയിൽ മഴ പെയ്യാൻ കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചത് ഇത് ഒട്ടും എല്ലാവർക്കും സംതൃപ്തിയോടെ, ഊട്ടുനേർച്ചയെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു. എല്ലാവർക്കും സംതൃപ്തിയോടുകൂടെ അത് ലഭിക്കണം. എല്ലാവർക്കും സംതൃപ്തിയോടുകൂടെ ലഭിച്ചു. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചു, ഒട്ടും തന്നെ പാഴായി പോകരുത്. പ്രിയപ്പെട്ടവരെ, ഒരു കാസറോളിൽ വെക്കാനുള്ള ബിരിയാണി പോലും ബാക്കി
കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. എല്ലാവർക്കും സംതൃപ്തിയോടെ കിട്ടുകയും ഒട്ടും തന്നെ നഷ്ടപ്പെടാതിരിക്കുകയും ഒക്കെ ചെയ്തു. എല്ലാത്തിനും പിറകിൽ അമ്മയുടെ സാന്നിധ്യമുണ്ട്. നമുക്ക് ഉച്ചത്തിൽ കർത്താവിന് കരമടിച്ച് നന്ദി പറയാം. അപ്പോൾ തിരുനാൾ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മുടെ പഠനം തുടരുന്നത് ആത്മപരിത്യാഗത്തെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഏതാണ്? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം രൂപാന്തരീകരണം. രൂപാന്തരീകരണം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? ആത്മപരിത്യാഗം വേണം. അമ്മ ത്രേസ്യ ആത്മപരിത്യാഗത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഇൻക്ലൂഡ്സ് എവ്രിതിങ്. ഒരാത്മീയ ജീവിതത്തിന്റെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയ ചിന്തയാണ് ആത്മപരിത്യാഗമെന്ന് അമ്മ ത്രേസ്യ തന്റെ സുഹൃത സരണി എന്ന പുസ്തകത്തിൽ എഴുതുകയാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ തിങ്സ്. ആത്മപരിത്യാഗമുണ്ടെങ്കിൽ മറ്റെല്ലാം ഉണ്ടാകും. ആത്മപരിത്യാഗം ദൈവസ്നേഹവും എളിമയും വിശ്വാസവും പ്രത്യാശയും പ്രാർത്ഥനയും എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ഹല്ലേലൂയ. ഇനി ആത്മപരിത്യാഗമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. വിശ്വാസം യഥാർത്ഥത്തിൽ അഭ്യസിക്കാൻ അത് തടസ്സമാകും. ആത്മപരിത്യാഗമില്ലെങ്കിൽ നമുക്ക് പ്രത്യാശയിൽ വളരാൻ പറ്റില്ല. ആത്മപരിത്യാഗമില്ലെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ആത്മപരിത്യാഗമില്ലെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ആത്മപരിത്യാഗമില്ലെങ്കിൽ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റില്ല. ആത്മപരിത്യാഗമില്ലെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഒരു ആത്മീയ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ആത്മപരിത്യാഗത്തെ കുറിച്ചുള്ള നമ്മുടെ പഠനം, പ്രിയപ്പെട്ടവരെ, വലിയ ഗൗരവം അർഹിക്കുന്ന ഒരു പഠനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ആത്മപരിത്യാഗത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പറയുകയാണ്, നമുക്ക് നമ്മോട് തന്നെ ഒരു പരിത്യാഗമുണ്ടാകണം. നമ്മൾ ആരെയാണ് ത്യജിക്കേണ്ടത്? നമ്മെ തന്നെ ത്യജിക്കണം. നമ്മൾ പറയുകയാണ് ലോകത്തെ പരിത്യജിക്കണം. നമ്മൾ പറയുകയാണ് ആ വ്യക്തികളോടുള്ള അമിതമായ താല്പര്യങ്ങൾ പരിത്യജിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിക്. എല്ലാവർക്കും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ ആരംഭിക്കട്ടെ. ശരി, എല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ടുവന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ. അടുത്തിരിക്കുന്നവരെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ. ഈശോയെ നോക്കി കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ. തണുക്കുന്നുണ്ടെങ്കിലും തണുക്കാത്തൊരു ചിരി കൊടുത്തിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു ദൈവത്തിൽ ശ്രദ്ധിച്ചിരിക്കുക. മഴയുടെ ശബ്ദത്തെ നിങ്ങൾ മറക്കുക. നിങ്ങളുടെ 4 കാതും അച്ഛന് തരിക. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിലേക്ക് തിരിയണമെങ്കിൽ ലോകത്തിൽ നിന്ന് പിന്തിരിയണം. അതാണ് നമ്മുടെ ടോപ്പിക്. ദൈവത്തെ പിടിക്കണമെങ്കിൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, കുരിശ് പൈ പിടിക്കണമെന്നുണ്ടെങ്കിൽ മൊബൈല് താഴെ വെക്കണം. സിമ്പിൾ. ഹല്ലേലൂയ. അപ്പോൾ വസ്ത്രത്തോടുള്ള അറ്റാച്ച്മെന്റ്, ഭക്ഷണത്തോടുള്ള അറ്റാച്ച്മെന്റ്, കറങ്ങി നടക്കാനുള്ള അറ്റാച്ച്മെന്റ് അല്ലേ? ചില ആളുകൾക്ക് അങ്ങനെ കറങ്ങി നടക്കാനുള്ള അറ്റാച്ച്മെന്റ് ഉണ്ട്. ഈഗോ ട്രിപ്സ് എന്നാണ് അതിനെ പറയുന്നത്. തങ്ങളുടെ തന്നെ ഈഗോയെ തൃപ്തിപ്പെടുത്താനുള്ള ട്രിപ്പുകളെ വിളിക്കുന്ന പേരാണ് ഈഗോ ട്രിപ്സ് എന്ന് പറയുന്നത്. അപ്രകാരമുള്ള ട്രിപ്പുകൾ നടത്തുന്നവരുണ്ട്. പല അഭ്യാസങ്ങൾ കാണിക്കുന്നവരുണ്ട്. പലതരത്തില് കടലിനടിയിൽ പോകുന്നവരുണ്ട്, ആകാശത്ത് പോകുന്നവരുണ്ട്. പലതരത്തിൽ ഈഗോ ട്രിപ്പുകൾ. അതെല്ലാം നമ്മുടെ തന്നെ ചില ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള കാര്യങ്ങളാണ്.
നമ്മുടെ ശരീരത്തിൻ്റെ ചില ആഗ്രഹങ്ങൾ, നമ്മുടെ മനസ്സിൻ്റെ ചില സുഖങ്ങൾ, ഇതിൻ്റെ പിറകെ ഒരു മനുഷ്യൻ പരക്കം പായുന്നതിനെയാണ് പ്രിയപ്പെട്ടവരെ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഒരാൾ പറയണം, എനിക്ക് കുറെ സ്വപ്നങ്ങളുണ്ട്. ഓ, തനിക്ക് മാത്രം സ്വപ്നമുള്ളൂ. ഒരു ഭർത്താവ് ഭാര്യയോട് പറയാണ്, നീ ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരെ, എനിക്ക് കുറെ സ്വപ്നങ്ങളുണ്ട്. ഓഹോ, തനിക്ക് മാത്രം സ്വപ്നമുള്ളല്ലേ? അപ്പൊ എനിക്ക് ചില പദ്ധതികളുണ്ട്. ഓ, തന്റെ പദ്ധതി അനുസരിച്ച്, തന്റെ സ്വപ്നം അനുസരിച്ച് ബാക്കി എല്ലാവരും ജീവിച്ചോളും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ പദ്ധതികൾ, നമ്മുടെ ചിന്തകളുടെ ചില വലയങ്ങളെ ഒക്കെ ഡ്രോപ്പ് ചെയ്യുന്നതിനെയാണ് ഈ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്, ആത്മപരിത്യാഗം എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ധ്യാനിച്ചിട്ടുണ്ട്. ഈ ലോകത്തിന്റെ അപ്പങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ധ്യാനിച്ചു. പിശാച് തരുന്ന അപ്പങ്ങളല്ല നമുക്ക് വേണ്ടത്, അപ്പൻ തരുന്ന അപ്പമാണ്. അപ്പൻ തരുന്ന അപ്പത്തിന്റെ പേര് വചനമെന്നാണ്. എനിക്ക് ജീവിക്കാൻ, ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് കർത്താവിന്റെ അതരത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മക്കളോട് പോലും അറ്റാച്ച്മെന്റ് ഇല്ലാത്ത വിധത്തിൽ ജീവിച്ച ഒരു പുണ്യവതിയുടെ പേര് നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മക്കൾ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ഒരു പുണ്യവതിയുടെ പേര് റീത പുണ്യവതി പ്രാർത്ഥിച്ചു, എന്റെ മക്കള് പാപം ചെയ്യുന്നത്, അതായത് അവർക്ക് ഈശോയെ നഷ്ടപ്പെടുന്നതിനേക്കാൾ എനിക്ക് അവര് നഷ്ടപ്പെടുന്നതാണ് നല്ലത്, അവര് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് അവര് മരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അവള് പ്രാർത്ഥിച്ചു. കാരണം മക്കള് അപ്പനെ കൊന്നവനോട് പ്രതികാരം ചോദിക്കാൻ വേണ്ടി പോകാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് റീത്ത പുണ്യവതി അങ്ങോട്ട് പ്രാർത്ഥിച്ചത്. 2 പേർക്ക് ലൂസ് മോഷൻ വന്ന് മരിച്ചു, ഡയറി വന്ന് മരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല തണ്ടും തടിയുള്ള ചെറുപ്പക്കാർ, നല്ല മസിലുള്ള പിള്ളേർ, വേറൊരാളെ കൊല്ലാൻ പോകണമെന്നുണ്ടെങ്കിൽ മെയ്യുറപ്പുള്ള പിള്ളേരായിരുന്നു. 18-20 വയസ്സൊക്കെ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്ന പിള്ളേരാണ് പെട്ടെന്ന് ലൂസ് മോഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മൾ അതുപോലെ അങ്ങനെ പറഞ്ഞു പോയിട്ട് നമ്മൾ ഒടുവിൽ വന്നത് ഈ ആത്മപരിത്യാഗത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. ഇതൊന്നും വേണ്ട, പുതിയൊരു ആഭരണം വേണ്ട, പുതിയൊരു ഡ്രസ്സ് ആവശ്യമില്ലല്ലോ, ഉണ്ടല്ലോ ഇപ്പോൾ തന്നെ അലമാരിയിലുള്ളത്, ഇടാൻ നേരമില്ല, അപ്പൊ അത് വേണ്ട എന്ന് പറയാൻ, ഒന്ന് പുറത്തൊന്ന് കറങ്ങാൻ പോയേ, അതിന്റെ ആവശ്യമില്ല, എനിക്ക് കർത്താവിന്റെ ഒരു കൊന്തയല്ല കിട്ടുന്ന സന്തോഷം എനിക്ക് വേറെ എവിടെ പോയാലും കിട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ ഹൃദയം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഹൃദയമായി മാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആത്മപരിത്യാഗത്തിന് നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? ഓർമ്മയുണ്ടോ? ഇതൊക്കെ വേണ്ടാന്ന് വെക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ വേണ്ടേ? കുഞ്ഞുമക്കൾക്ക് രാത്രി ഉറക്കം വിളിച്ചിരുന്ന് പഠിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. എന്താണ്? റിസൾട്ട് വരുമ്പോ നല്ല മാർക്ക് കിട്ടണം, നല്ല മാർക്ക് കിട്ടുമ്പോൾ അവാർഡുകൾ കിട്ടും, അല്ലെങ്കിൽ നല്ല ജോലി കിട്ടുമ്പോൾ അതിനനുസരിച്ച് ജീവിതം മെച്ചപ്പെടും എന്നൊക്കെയുള്ള ചിന്തകൾ കൊണ്ടാണ് ഈ കുഞ്ഞുമക്കൾ രാത്രിയും പകലും ഇല്ലാതിരുന്ന് പഠിക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കാൻ, ലോകത്തിന്റെ കാര്യങ്ങൾ, ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾ വേണ്ട എന്ന് വെക്കാൻ, അധികാരം വേണ്ട എന്ന് വെക്കാൻ, ചില സുഖങ്ങള്, കണ്ണിന്റെ ചില സുഖങ്ങള്, ചില ജഡത്തിന്റെ ചില അഭിലാഷങ്ങള്, ചില സൗഹൃദങ്ങള്, ചില ഇൻസ്റ്റാഗ്രാമുകളിലുള്ള ചില മെസ്സേജുകള്, വാട്സപ്പുകള്, ചില മോശമായിട്ടുള്ള ചില ബന്ധങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഇന്ന് തന്നെ ഇത്രയും മഴ പെയ്യുന്ന ഈ സമയത്ത് വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് വീട്ടിൻ്റെ അകത്ത് പുതച്ചു മൂടി കിടക്കെങ്കിലും ചെയ്യാം. അതൊക്കെ വേണ്ട എന്ന് വെച്ച്, സുഖങ്ങൾ, അലസതകൾ വേണ്ട എന്ന് വെച്ച് കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഓടി വരാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. നിത്യതയെ കുറിച്ചുള്ള ചിന്ത. 2, യേശുവിനോടുള്ള സ്നേഹം. 3, യേശുവിനെ കുറിച്ചുള്ള ബോധ്യം. 4, പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകം. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നമ്മൾ തുടങ്ങിയിരുന്നു ഇങ്ങനെ നമ്മൾ സ്വയം പരിത്യജിക്കുമ്പോൾ നമ്മെ പരിത്യജിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ഒരു വശത്തുണ്ട്. എന്തൊക്കെയാണ്? നിത്യതയെക്കുറിച്ചുള്ള ചിന്ത. നിത്യതയെക്കുറിച്ച് ചിന്തയില്ലാത്തവന് ആരാധിക്കാൻ വരാൻ തോന്നുകയില്ല, പ്രാർത്ഥിക്കാൻ തോന്നുകയില്ല, വചനം വായിക്കാൻ തോന്നുകയില്ല, കൂദാശകൾ സ്വീകരിക്കാൻ തോന്നുകയില്ല. അതെല്ലാം ഒരു പാഴ്വേലയായിട്ട് പിന്നെ നാട്ടുകാരെന്ത് പറയും, അപ്പൻ എന്ത് പറയും, അമ്മ എന്ത് പറയും എന്നൊക്കെ വിചാരിച്ചിട്ട് ചെറിയൊരു മനസാക്ഷിക്കുത്ത് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് കൊണ്ട് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു. നിത്യതയെ കുറിച്ച് ചിന്തയുണ്ടായിട്ടൊന്നുമല്ല പലരും പള്ളിയിൽ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2, യേശുവിനോടുള്ള സ്നേഹം. പ്രിയപ്പെട്ടവരെ, 3, യേശുവിനെ കുറിച്ചുള്ള ബോധ്യം. 4, പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവർ കഴിഞ്ഞ ആഴ്ചകളിലുള്ള ടോക്കുകൾ യൂട്യൂബിലുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്തത് കേൾക്കുക. ഇനി ഇങ്ങനെ പരിത്യാഗം ചെയ്യുമ്പോൾ എന്തു ഗുണമെന്നതാണ് നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങുന്നത്. 1, സ്നേഹിക്കാൻ കഴിയുന്നു. ഹല്ലേലൂയ. സ്വയം പരിത്യജിക്കുന്ന ഒരാൾക്ക് ഇന്ന് പ്രഭാതത്തിലെ സെബാസ്റ്റ്യനച്ചന്റെ പഠനം എന്തായിരുന്നു? പ്രഭാഷണം എന്തിനെ കുറിച്ചായിരുന്നു? സ്നേഹത്തെ കുറിച്ചായിരുന്നു. സ്നേഹം വിദ്വേഷം സൂക്ഷിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഒരാൾക്ക് വിദ്വേഷം ഉപേക്ഷിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഒരാൾക്ക് വിദ്വേഷം ഉണ്ടാകുന്നത്? അയാളോട് വേറൊരാൾ മോശമായി പെരുമാറി. അച്ഛൻ പറഞ്ഞ ഉദാഹരണം, സാറയോട് ഹാഗാർ മോശമായി പെരുമാറി, മൈൻഡാക്കാതെയായി. ഇതല്ലേ ഉദാഹരണം? ഹാഗാറ് തനിക്ക് ഒരു കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോ, സാറ വല്യമ്മച്ചി കൊച്ചുങ്ങളൊന്നും അബ്രാഹത്തിന് കൊടുത്തിട്ടില്ല, ഇപ്പൊ ഞാനാണ് വീട്ടിലെ വലിയ ആള് എന്നൊരു ചിന്ത വന്നു. സാറയെ കാണുമ്പോ ഒരു പുച്ഛം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എടി ഹാഗാറെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ഒരു പഴയ പോലെ എന്തോ എന്നുള്ളൊരു വിളിയൊന്നുമില്ല, എന്നുള്ളൊരു ചോദ്യം. അപ്പൊ അങ്ങനെ പലതരത്തില് സാറ എടി കഞ്ഞി വെച്ചില്ലെന്ന് ചോദിച്ചപ്പോ അങ്ങോട്ട് വെച്ചാലെന്താ, ഞാനിവിടെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് പലതരത്തില് ഹാഗാർ കുത്തി നോവിച്ചു എന്നുള്ളത് സത്യമാണ്. അതിന്റെ ഹാഗാറിന് കാരണങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ്, ഇതാണ് പോയിന്റ്, സാറയ്ക്ക് എന്തുകൊണ്ടാണ് നൊന്തത്? ഇങ്ങനെ ഹാഗാർ പലതരത്തില് വെറുതെ ജീവിച്ചുകൊണ്ട് നടക്കുകയാണ്. പല കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇവിടെ നിന്ന് പറയാൻ പറ്റുന്ന വാക്കുകളൊന്നും അല്ല ഹാഗാർ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോ സാറാക്ക് നൊന്തത് എന്താണെന്നാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, സാറായിക്ക് നല്ല നമുക്ക് നോവും. നോവാതിരിക്കണമെങ്കിൽ എനിക്ക് എന്നോട് തന്നെയുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, ഇല്ലേ? ഞാനെന്നും എൻ്റെ അഹമെന്നും എൻ്റെ അഭിമാനമെന്നും ഒക്കെയുള്ള ചിന്ത അച്ഛനിലും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലും ഇനി ജനിക്കാനിരിക്കുന്ന കൊച്ചുങ്ങളിലും മരിച്ചുപോയതിലൊക്കെ ഉണ്ട്. തോൽപ്പിക്കപ്പെടുന്ന, ഏറ്റവും അവസാനം തോൽപ്പിക്കപ്പെടുന്ന ശത്രുവാണ് അഹമെന്ന് പറയുന്ന ശത്രു എന്നാണ് വിശുദ്ധര് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് വിശുദ്ധിയുടെ മേഖലയിൽ ജഡികാസക്തിയെ തോൽപ്പിക്കാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. തോൽപ്പിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു ശത്രുവാണ് അഹമെന്ന് പറയുന്ന, ഞാനെന്ന് പറയുന്ന ഒരു ശത്രു. അത് മരിക്കാൻ കിടക്കുമ്പോഴും ഉണ്ടാവും. ഞാനെന്ന് പറയുന്ന, എന്നെ നോക്കിയില്ല, ഇല്ലേ? കയ്യും കാലും അനങ്ങാതെ കിടക്കാണ് അമ്മച്ചി, അച്ഛൻ്റെ അല്ല, ഒരമ്മച്ചി. അപ്പോഴും എന്നെ നോക്കുന്നില്ല.
എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം തരുന്നില്ല, എനിക്ക് വെള്ളം തരുന്നില്ല, ഞാൻ വിളിച്ചിട്ട് 2 പ്രാവശ്യം വിളിച്ചപ്പോഴാണ് അവൾ കേട്ടത് എന്നൊക്കെ പറയുന്നത് ഈ പിറകിൽ ഈ അഹം കിടക്കുന്നത് കൊണ്ടാണ്. പറഞ്ഞു വരുന്നത്, നീ നിന്നെ തന്നെ എത്രമാത്രം പരിത്യജിക്കാൻ സാധിക്കുമോ അത്രമാത്രം നിനക്ക് സ്നേഹിക്കാൻ സാധിക്കും. നിന്റെ ഉള്ളിൽ നിന്ന് വിദ്വേഷമില്ലാതെയാകും. നിന്നോട് നിന്റെ വീട്ടിൽ നീ കല്യാണത്തിന് ഒരാളെ വിളിച്ചു, അയാൾ വന്നില്ല, ഓക്കെ, ഞാൻ വിളിച്ചാ വരൂല്ലല്ലേ, എന്റെ വീട്ടിൽ വരൂല്ലല്ലേ എന്ന് ഹൃദയത്തിൽ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോണ്ടായിരിക്കും വരാതിരുന്നതെന്ന് തോന്നിയ പോരെ. നമ്മുടെ വീട്ടിലൊന്നും ഇവര് വരൂല്ല എന്ന് പറഞ്ഞൊരു വിദ്വേഷത്തിന്റെ കണക്ക് പുസ്തകം തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഈ ഉള്ളിൽ അഹം കിടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ നമ്മളെ തന്നെ ഉപേക്ഷിക്കാതെ മറ്റെല്ലാം ഉപേക്ഷിച്ച് വീടടച്ച്, അമ്മത്രേശ പറയുന്നു, വീട് മുഴുവൻ അടച്ച് ഉള്ളിൽ കള്ളനെ വെച്ചിരിക്കുന്നവരെ പോലെയാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിന് പ്രിയപ്പെട്ടവരെ, കൊന്തെത്തിച്ച നേരത്ത് ഒരു രഹസ്യം ചെല്ലാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയവരുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയിൽ എനിക്ക് നിയോഗം പറയാൻ ചാൻസ് കിട്ടിയില്ല, വഴക്കാണ്. എല്ലാവർക്കും ചാൻസ് കൊടുത്തു, എനിക്ക് ചാൻസ് തന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതെന്തുകൊണ്ടാണ്? നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ മോചനം പ്രാപിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നമ്മളിൽ നിന്ന് തന്നെ മോചനം പ്രാപിച്ചാൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. സമരിയാക്കാരന്റെ ഉപമയാണ് പറഞ്ഞു തുടങ്ങിയിരുന്നത്. സമരിയാക്കാരന് തന്നോട് തന്നെ പ്രണയമായിരുന്നെങ്കിൽ, സമ്പത്തിനോടാണ് സ്നേഹമായിരുന്നെങ്കിൽ, ഈ സമരിയാക്കാരൻ മുറിവേറ്റ് കിടക്കുന്നവൻ അന്വേഷിച്ചു പോവില്ല. കാരണം അവൻ ചന്തയിൽ പോകും, അവന് കച്ചവടം നടത്താനുണ്ട്. സമരിയാക്കാരന്റെ യഹൂദന്റെ കാര്യം വീട്ടില് ഭാര്യ പനി പിടിച്ച് കിടക്കാം. ചേട്ടാ ആശുപത്രിയിൽ പോവാന്ന് പറഞ്ഞപ്പോ ചേട്ടൻ പറയാണ്, കട പിന്നെ ആര് തുറക്കുമെന്ന്. ഭാര്യയെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് പ്രയാസം, കട ആര് തുറക്കും? അപ്പൊ ഈ കട തുറന്നില്ലെങ്കിൽ എന്താ കുഴപ്പം? കട തുറന്നില്ലെങ്കിൽ കച്ചവടം നടക്കും. കച്ചവടം നടന്നില്ലെങ്കിൽ കാശുണ്ടാവും. അപ്പൊ നിന്റെ പ്രയോറിറ്റി പണമാണോ, കച്ചവടമാണോ, ഭാര്യയാണോ? മനസ്സിലായോ? ഇപ്പൊ പിടികിട്ടിയ പരിത്യാഗമില്ലെങ്കിൽ നിനക്ക് സ്നേഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതിന്റെ ഘടകം അവിടെയാണ് കിടക്കുന്നത്. ഒരു ഭാര്യ ഭർത്താവിനോട് കാലത്ത് പറഞ്ഞു, എന്റെ ചാച്ചൻ അസുഖമാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്, ചേട്ടൻ ഇന്ന് വൈകുന്നേരം നേരത്തെ വരണം, നമുക്ക് 2 പേർക്കും കൂടി ചാച്ചനെ കാണാൻ പോണം വൈകുന്നേരം, പിള്ളേരും കൂടി സ്കൂളിൽ നിന്ന് വന്നിട്ട് വേണം പോവാൻ. അങ്ങനെ വൈകുന്നേരം ഈ ചേച്ചി ഭർത്താവ് വരുന്നത് കാത്തിരിക്കുകയാണ്. ഭർത്താവ് പോയപ്പോ പറഞ്ഞു, ഞാൻ നേരത്തെ വന്നേക്കാന്ന് പറഞ്ഞു. സാധാരണ 5 മണിക്കൊക്കെ ആഞ്ഞു പിടിച്ച 5 മണിക്ക് വേണമെങ്കിൽ വരാവുന്ന ജോലി ചെയ്യുന്ന ഒരാളാണ്. 5 മണി കഴിഞ്ഞു. 5 മണിക്ക് കാണാതെ ആയപ്പോ വിളിച്ചു, ഫോൺ ചെയ്തപ്പോ പറഞ്ഞു, ഞാൻ ദേ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. 6 മണിക്ക് വിളിച്ചു, ഞാൻ ദേ എത്താറായി എന്ന് പറഞ്ഞു. 7 മണിക്ക് വിളിച്ചപ്പോ ഫോൺ എടുക്കുന്നില്ല. ആരോ കൂട്ടുകാര് വിളിച്ചു, അവരുടെ കൂടെ കള്ളു കുടിക്കാൻ പോയി, അവിടെ ഇരുന്ന് ചീട്ട് കളിച്ചു. 9 മണിയായപ്പോ എത്തി. പ്രിയപ്പെട്ടവരെ, നീ ആത്മപരിത്യാഗം ചെയ്യുന്നില്ല എങ്കിൽ നിനക്ക് നിന്റെ കുടുംബത്തെ സ്നേഹിക്കാൻ പറ്റില്ല. ചില ബന്ധങ്ങൾ, ചില കൂട്ടുകെട്ടുകൾ, ചില ഇൻവിറ്റേഷൻസ് വേണ്ട എന്ന് വെക്കാതെ നിന്റെ ഭാര്യയെയോ നിന്റെ മക്കളെയോ വീട്ടുകാരെയോ സ്നേഹിക്കാൻ പറ്റില്ല. പിന്നെയാണ് കർത്താവിനെ. അപ്പോ ആത്മപരിത്യാഗം ചെയ്യുന്ന ഒരു മനുഷ്യന് സമരിയാക്കാരനെ പോലെ സ്നേഹിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ചേച്ചിക്ക് ദുബായില് കമ്പനിയുണ്ട്, നല്ല കമ്പനിയാണ്. ഈ കമ്പനിയില് ഇവരുടെ ആങ്ങളയുടെ മക്കൾക്ക് ജോലി കൊടുത്തു. എന്തുകൊണ്ടാണ്? സ്നേഹം കൊണ്ട്.
ഓക്കെ. എന്നിട്ട് ഈ സഹോദരി നാട്ടിൽ വന്നപ്പോ ഈ ആങ്ങളയുടെ ഭാര്യ എന്ത് ചെയ്യണം? പോയി നിൽക്കുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യണ്ടേ? അതില് കുറച്ച് കുറവ് വന്നു എന്ന് ദുബായിൽ നിന്ന് വന്നവർക്ക് തോന്നി. നിങ്ങളുടെ മക്കൾക്ക് ഞാൻ ജോലി കൊടുത്തിരിക്കുന്ന, എന്നിട്ട് ഞാൻ വന്നിട്ട് നിങ്ങൾ മൈൻഡാക്കുന്നില്ല അല്ലേ? അപ്പൊ തിരിച്ച് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? ഈ 2 മക്കളുടെയും ജോലി ക്യാൻസൽ ചെയ്തു. 2 പേരോടും തിരിച്ച് നാട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. നിങ്ങൾക്കൊക്കെ ഇത്ര അഹങ്കാരം എന്താണ് കാരണം? ഞാൻ നാട്ടിൽ വന്നപ്പോൾ എന്നെ വേണ്ട വിധം ട്രീറ്റ് ചെയ്തില്ല. ഞാൻ നിങ്ങളുടെ മക്കൾക്ക് ജോലി കൊടുത്തോണ്ടല്ലേ നിങ്ങളൊക്കെ വലിയ ആളായത്. ഇനി അത് വേണ്ട. പ്രിയപ്പെട്ടവരെ, ഉള്ളിൽ എന്താണ്? ഈ അഹമെന്ന് പറയുന്ന, അഹങ്കാരമെന്ന് പറയുന്ന ഇങ്ങനെ കുഴിച്ചു കുഴിച്ചു പോയാലുണ്ടല്ലോ, നമ്മൾ ഓരോരുത്തരും എവിടെ എത്തും? ഇവിടെ ഇരുന്ന് കുഴിച്ചു കുഴിച്ചു പോയാൽ നമ്മൾ ഓരോരുത്തരും എവിടെ എത്തും? നമ്മുടെ വീട്ടിലെത്തും. ഇപ്പൊ വേറെ വല്ലവരുടെ വീട്ടിലൊക്കെ എത്തിയിട്ടുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അച്ഛൻ അത് അവിടെ വെച്ച് നിർത്താണ്. ഈ ഡിറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ, ആത്മപരിത്യാഗം, അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഇതൊരു ചെറിയ മീനല്ലാന്ന്. ആത്മപരിത്യാഗമില്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, മനുഷ്യരാഗ്രഹിക്കുന്നത് പോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റില്ല. ഇതൊരു കടല് പോലെയാണ്. പിന്നെ പറയാം, പിന്നെ വറ്റിക്കാം. രണ്ടാമത്തെ പോയിന്റ്, ക്ഷമിക്കാൻ സാധിക്കുന്നു. എനിക്ക് ആത്മപരിത്യാഗമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്ഷമിക്കാൻ പറ്റും. ആത്മപരിത്യാഗമില്ലെങ്കിലോ ക്ഷമിക്കാൻ പറ്റില്ല. ക്ഷമയുടെ ഏറ്റവും ക്ലാസിക്കലായിട്ടുള്ള ഉദാഹരണം ഈശോ പറഞ്ഞത് ഈ അറ്റാച്ച്മെന്റ്, കാശിന്റെ കണക്ക് വെച്ചിട്ടാണ്. ക്ഷമയുടെ ഏറ്റവും നല്ല ഉദാഹരണം ഈശോ പറഞ്ഞത് ഒരു കാശിന്റെ കണക്ക് വെച്ചിട്ടാണ്. എന്താണത്? 10,000 ധനാറ കടമുണ്ടായിരുന്ന ഒരാൾ, അയാള് മുതലാളിയോട് പറഞ്ഞു, സാറേ എങ്ങനെയെങ്കിലും വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറഞ്ഞു. 10,000 ധനാറ ഇളച്ചു കൊടുത്തു. എന്തുകൊണ്ടാണ് അത് ഇളച്ചു കൊടുത്തത്? ആ മുതലാളിക്ക് 10,000 ധനാറയോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല. 10,000 ധനാറ എന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പം എത്രയാണെന്ന് നമ്മൾ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഹ്യൂജ് എമൗണ്ട് അല്ലേ? എത്രയോ കോടികളാണ്, അനേകം കോടികളാണ്. 1 ധനാറ എന്ന് പറയുന്നത് തന്നെ ഏകദേശം 60 ലക്ഷം രൂപ എന്നായിട്ടാണ് നമ്മൾ അന്ന് കണക്ക് കൂട്ടിയത്. ഹല്ലേലൂയ. അപ്പോൾ 10,000 ധനാറ. ഇയാള് പറഞ്ഞു അത് പോട്ടെ, വിട്ടുകള. അപ്പോൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് ക്ഷമിക്കാൻ പറ്റണമെങ്കിൽ ഈ ലോകത്തിലുള്ള വസ്തുക്കളോട്, പണത്തിനോടൊക്കെയുള്ള ഈ അറ്റാച്ച്മെന്റ് അത് പോട്ടെ, വിട്ടുകള എന്ന് പറഞ്ഞാൽ നിനക്ക് ക്ഷമിക്കാൻ പറ്റും. മറ്റേയാൾക്ക് ഈ 100 ധനാറ ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. കാരണം അയാൾക്ക് 100 ധനാറ ഭയങ്കര വലുതാണ്, കാശ് വലുതാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. ഡിറ്റാച്ച്മെന്റ് ഉള്ളവനെ ക്ഷമിക്കാൻ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൾ ആത്മഹത്യ ചെയ്തു. കാരണം എന്താണെന്നറിയോ? സ്കൂള് തുടങ്ങിയപ്പോ അപ്പനോട് ഇവള് വന്നിട്ട് പറഞ്ഞു, അപ്പ 10,000 രൂപ വേണം, ഒരാഴ്ചത്തെ പിക്നിക് സ്കൂളിൽ നിന്ന് പോകുന്നുണ്ട്, 10,000 രൂപ വേണം. പാവപ്പെട്ടൊരു കുടുംബമാണ്. അപ്പം പറഞ്ഞു, ശരി മോളെ, എങ്ങനെയെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിക്നിക്കിനൊക്കെ പോവാറായിട്ടുള്ളൊരു സമയമായി. അപ്പന് ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഇവൾക്ക് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞിരിക്കുന്നത് കണ്ടത്. അപ്പം പറഞ്ഞു, നീ ഇങ്ങനെ മാർക്കൊക്കെ കുറച്ച് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിക്നിക്കിനൊന്നും വിടൂല എന്ന് പറഞ്ഞു.
പിന്നെയും ഇവള് വേറെ ചില ഗുരുത്തക്കേടുകളൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിന്നെ പിക്നിക്കിന് വിടുന്ന, വീട്ടിൽ പറയുന്നൊന്നും കേൾക്കല്ല, പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ വരില്ല, ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ ചെയ്യല്ല, പഠിക്കാൻ പറയുമ്പോൾ ടിവിയും ഫോണും വെച്ചോണ്ടിരിക്കും. അവസാനം അപ്പന് ദേഷ്യം കേട്ടിട്ട് പറഞ്ഞു, നിനക്കൊരു പിക്നിക്കിൽ വലിയൊരു കുന്തവും ഇല്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവൾക്ക് ജീവിതം അവസാനിപ്പിക്കാൻ ആ ഒരു കാരണം മതിയായിരുന്നു. നമ്മൾ മക്കൾക്ക് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? വിജയം വരിക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, ഉയർന്ന മലകൾ, ഉയർന്ന ഉയർച്ചയുടെ ഫുൾ A+ പിടിക്കാനൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കാൻ, അങ്ങനെ വേണ്ട എന്ന് വെക്കേണ്ട സമയത്ത് വേണ്ട എന്ന് വെക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? കൊച്ചു കിടന്ന് കരയണം, അതിനെന്താന്ന് വെച്ചാൽ കൊടുക്ക. കരയാതിരിക്കാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, കരയാൻ പഠിപ്പിക്കുന്നില്ല. നഷ്ടങ്ങൾ സഹിക്കാൻ പഠിപ്പിക്കുന്നില്ല. ചില കാര്യങ്ങൾ വേണ്ട എന്ന്, മോനെ അത് നിനക്ക് വേണ്ടാത്തതാടാ, മോളെ അത് നിനക്ക് വേണ്ടാത്തതാടി, അതിന്റെ പിറകെ പോണ്ട, അത് വേണ്ട, അത് കഴിക്കണ്ട, അത് നിനക്ക് കൊള്ളൂല്ല എന്ന് ചങ്കുറപ്പോടുകൂടെ പറയാൻ. കൊച്ചിരുന്ന് ഇങ്ങനെ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കാം. ചേച്ചി, കൊച്ചിന് തൊണ്ടവേദന വരാറുള്ളതല്ലേ, അത് വേണ്ടാന്ന് പറഞ്ഞാൽ കൊച്ചു കിടന്ന് കരയും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നാളെ ആശുപത്രി കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കാം. കൊച്ചിങ്ങനെ ഐസ്ക്രീം കഴിച്ച പിറ്റേ ദിവസം ഇഞ്ചക്ഷൻ, ആശുപത്രി ഉറപ്പാണ്. എന്നാലും കുഴപ്പമില്ല, കഴിക്കട്ടെ. വേണ്ട എന്ന് വെക്കാൻ പഠിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് ക്ഷമിക്കാൻ സാധിക്കുന്നു. വേണ്ട എന്ന് വെക്കാൻ പഠിപ്പിക്കുമ്പോ ക്ഷമിക്കാൻ സാധിക്കുന്നു. അപ്പനോട് ക്ഷമിക്കാൻ പറ്റും, അമ്മയോട് ക്ഷമിക്കാൻ പറ്റും. ഈ ഡിറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ, നമ്മോട് മറ്റുള്ളവർ ചെയ്ത ദ്രോഹങ്ങൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. റോമ 12, 14 മുതൽ 16 വരെ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. എന്താണ്? മര്യാദക്ക് നടക്കുന്നവരെ പോലും നമ്മൾ അനുഗ്രഹിക്കാറില്ല. ഇപ്പോഴാണ് പറയുന്നത് നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ. അപ്പനമ്മക്കും വേണ്ടി പോലും പ്രാർത്ഥിക്കാത്ത പിള്ളേരോട് പറയാണ് പീഡിപ്പിക്കുന്നവരെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുവിൻ, കരയുന്നവരോട് കൂടെ കരയുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 39-ാമത്തെ തിരുവചനം. ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്, വലത് കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടെ കാണിച്ചു കൊടുക്കുക. നിന്നെ ഒരു പ്രാവശ്യം നിന്ദിക്കാൻ വന്നവന് വീണ്ടും നിന്ദിക്കാൻ നീ നിന്നു കൊടുക്കുക. നടന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടെ കൊടുക്കുക. ഹല്ലേലൂയ. അതായത് നിന്റെ മൊബൈൽ എടുത്തുകൊണ്ട് പോകുന്നവന് പിറകെ കൊണ്ടുപോയി ചാർജർ കൂടെ കൊടുക്കാം. എന്തായാലും മൊബൈൽ പോവല്ലേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഡിറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ, നമുക്ക് ക്ഷമിക്കാൻ പറ്റും. ക്ഷമിക്കാൻ പറ്റാത്തതിന്റെ കാരണം നമുക്ക് ആത്മപരിത്യാഗമില്ല എന്നുള്ളതാണ്. ഇനി അടുത്തത്, ദൈവസ്നേഹത്തിൽ വളരും. പരസ്നേഹത്തിൽ മാത്രമല്ല, നമ്മൾ ദൈവസ്നേഹത്തിൽ വളരും. ദൈവസ്നേഹത്തിൽ വളരണമെങ്കിൽ, അതായത് ഈശോയെ നോക്കിയിരിക്കണമെങ്കിൽ, മറ്റു പലതും നോക്കിയിരിക്കുന്നത് അവസാനിപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലോം ടിവി വെക്കണമെങ്കിൽ ഫ്ലവേഴ്സ് മാറ്റണം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം
8 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിങ്കൽ ഇരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവള് വന്ന വിരുന്നുകാർ, ഈശോയുടെ കൂടെ ഈശോ മാത്രമല്ലല്ലോ, വേറെ കുറെ പേരൊക്കെ വന്നിട്ടുണ്ടല്ലേ, കമ്പനിക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവരോടുകൂടെ ഒക്കെ വർത്താനം പറഞ്ഞ് വേണമെങ്കിൽ നടക്കാമായിരുന്നു. അവരുടെയൊക്കെ ഫോൺ നമ്പർ മേടിച്ച് എഴുതി വെക്കാമായിരുന്നു. മറിയം അതിനൊന്നും പോയില്ല. മറിയം ഈശോയുടെ പാദാന്തികത്തിലിരുന്ന് അവൻ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ വരുന്ന ഒത്തിരിയേറെ പേര് പ്രാർത്ഥിക്കാൻ വരും. അവർക്ക് അച്ഛൻ പ്രാർത്ഥന കൊടുത്തുവിടും. പ്രാർത്ഥന കൊടുത്തുവിട്ടിട്ട് പറയും, ഇത് എല്ലാ ദിവസവും 33 പ്രാവശ്യം ചൊല്ല്, 101 പ്രാവശ്യം ഈശോയെന്ന് വിളിക്ക്, എല്ലാം കൂടി ഒരു 10 മിനിറ്റ് ആവുള്ളൂ, മുടങ്ങാതെ ചെയ്തോന്ന് പറയും. പിന്നെയും വരും. അപ്പൊ അച്ഛൻ ചോദിക്കും, രണ്ടാമത് വരുമ്പോ നമ്മൾ ചോദിക്കും, കഴിഞ്ഞ പ്രാവശ്യം തന്ന മരുന്ന് കഴിച്ചോ? ആ സമയം കിട്ടുന്നില്ല. ഈ 10 മിനിറ്റ് കർത്താവിന്റെ കൂടെ ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് 33 പ്രാവശ്യം ചൊല്ലാൻ സമയമില്ല. 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കാൻ സമയമില്ല. വ്യാഴാഴ്ച വരാൻ, ഹല്ലേലൂയ, ഓൺലൈനിൽ ശുശ്രൂഷ വിടാൻ സമയമില്ല. ഈ സമയമുണ്ടാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ലോകത്തിന്റെ അനാവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങളിൽ ഇടപെടുന്നത് അവസാനിപ്പിക്കണം. 15-ാമത്തെ വയസ്സിൽ മരിച്ച ഒരു വാഴ്ത്തപ്പെട്ടവനുണ്ട്, ഒരു വിശുദ്ധനാവൻ. അടുത്ത വർഷം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു ബാലനുണ്ട്. ആരാണത്? കാർലോസ് അക്വിറ്റസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ അടുത്ത വർഷം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടും. 15-ാമത്തെ വയസ്സിൽ ബ്ലഡ് ക്യാൻസർ വന്ന് മരിക്കുന്ന സമയത്ത്, യുവാവെന്ന് പറയാൻ പറ്റില്ല, ഈ ബാലൻ, 15 വയസ്സുള്ള ഈ കുട്ടി, ഈ വിദ്യാർത്ഥി പറയുകയാണ്, എനിക്ക് മരിക്കാൻ വിഷമമില്ല. കാരണം എന്താണ്? ഞാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്ത് സമയം നഷ്ടപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ട് I am only happy to die, since I have not wasted my time in engaging in things that are displeasing to God. ഞാൻ കർത്താവിന് പ്രീതികരമല്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെട്ട് സമയം നഷ്ടപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് മരിക്കാൻ വിഷമമില്ലെന്ന്. നമുക്ക് 90 ആയാലും മരിക്കാൻ വിഷമമായത് എന്തുകൊണ്ടാണ്? ഇവൻ പറയാണ്, ഞാൻ എൻ്റെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന് പ്രീതികരമാണോ എന്ന് നോക്കിയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഇത് കർത്താവിനെ സന്തോഷിപ്പിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഇതെന്ന് നോക്കിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. എൻ്റെ സന്തോഷം നോക്കിയിട്ടോ ആളുകളുടെ സന്തോഷം നോക്കിയിട്ടോ അല്ല ഞാൻ എൻ്റെ ജീവിതത്തെ ഇന്ന് വരെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ ഈ 15 വയസ്സ് വരെ ഈ മുന്നോട്ട് കൊണ്ടുപോയത് കർത്താവിന് എന്താണ് സന്തോഷം തരുന്നതെന്ന് നോക്കിയിട്ടാണ്. അതുകൊണ്ട് എനിക്ക് മരിക്കാൻ ഭയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൊച്ചു മരിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. എന്നാ മരിച്ചത്? 2006-ലാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഇന്റർനെറ്റിന്റെ മധ്യസ്ഥനായിട്ടാണ് ഈ ബാലനെ സഭ ലോകത്തിന് അവതരിപ്പിക്കുന്നത്. കാരണം ഈ മകൻ, നമ്മളിപ്പോ ചോദിക്കും കർത്താവിന് പ്രീതികരമായിട്ട് ഈ കൊച്ചു എന്താ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്ന വെച്ചത്? 11-ാമത്തെ വയസ്സ് മുതൽ
ഇവൻ ഇന്റർനെറ്റ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പയ്യനാണ്. നല്ല ബുദ്ധിയുള്ള ഷാർപ്പായിട്ടുള്ള സോഫ്റ്റ്വെയർ സംഭവങ്ങളൊക്കെ അറിയാവുന്ന പയ്യനാണ്. 11ാമത്തെ വയസ്സ് മുതൽ മരിക്കുന്ന നാൾ വരെ ഇവൻ ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ ഇന്റർനെറ്റിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്താനുള്ള ഒരു വെബ്സൈറ്റ് ഇവൻ തുടങ്ങുകയും ആ വെബ്സൈറ്റിൽ ലോകത്തിൽ എവിടെയൊക്കെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അന്വേഷിച്ച് അതിന്റെ ചരിത്രം കണ്ടുപിടിച്ച് അതിന്റെ ഫോട്ടോസ് കണ്ടുപിടിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ച് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഈശോയെ ഞാൻ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് പോലെ ഇനി ജനിക്കാനുള്ള തലമുറകൾ, യുവജനങ്ങൾ ഞാൻ ഈശോയെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കണമെന്ന ചിന്തയോടെ അവൻ തന്റെ സമയം മുഴുവൻ ചെലവഴിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അവനെ കുറിച്ചാണ് ഈശോ പറയുന്നത്, അവൻ നല്ല ഭാഗം തെരഞ്ഞെടുത്തു. മറിയം മാത്രമല്ലെന്നേ നല്ല ഭാഗം തെരഞ്ഞെടുത്തത്, അമ്മ ത്രേസ്യ നല്ല ഭാഗം തെരഞ്ഞെടുത്തവളാണ്. ഓരോ വിശുദ്ധരുടെയും ചരിത്രമെടുക്ക്, നല്ല ഭാഗം തെരഞ്ഞെടുത്തവരാണ്. അൽഫോൻസാമ്മയുടെ തിരുനാൾ വരുന്നു, അൽഫോൻസാമ്മ നല്ല ഭാഗം തെരഞ്ഞെടുത്തവളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാളാണ്. യാക്കോബ് ശ്ലീഹ നല്ല ഭാഗം തിരഞ്ഞെടുത്തവനാണ്. നാളെ വിശുദ്ധ അന്നയുടെയും ജോവാക്കിമിന്റെയും തിരുനാളാണ്. അവർ നല്ല ഭാഗം തിരഞ്ഞെടുത്തവരാണ്. 28-ാം തീയതി അൽഫോൻസാമ്മയുടെ തിരുനാള്, നല്ല ഭാഗം തിരഞ്ഞെടുത്തവരാണ്. അത് കഴിഞ്ഞ് ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാളാണ്. നല്ല ഭാഗം 31-ാം തീയതി നല്ല ഭാഗം തിരഞ്ഞെടുത്തവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നീ നിന്നെ തന്നെ ഉപേക്ഷിക്കുമ്പോൾ, നീ നിന്നെ തന്നെ പരിത്യജിക്കുമ്പോൾ, ലോകത്തിന്റെ സുഖങ്ങൾ വേണ്ട എന്ന് വെക്കുമ്പോൾ, ലോകത്തിന്റെ ആകർഷണങ്ങളോട് നോ പറയുമ്പോൾ നിന്റെ ഉള്ളിൽ ദൈവസ്നേഹം വളരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. ഈശോയെ, ദൈവസ്നേഹത്തിൽ ആഴപ്പെടാൻ തക്കവിധം എന്റെ ഉള്ളിൽ ആത്മപരിത്യാഗം വളർത്തണമേ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ, ഈശോയെ, എന്റെ ഉള്ളിൽ ദൈവസ്നേഹം വളരാൻ തക്കവിധം, പരസ്നേഹം വളരാൻ തക്കവിധം, ക്ഷമിക്കാൻ തക്കവിധം ആത്മപരിത്യാഗത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണമേ. എന്നെ തന്നെ പരിത്യജിക്കാൻ, എന്നെ തന്നെ ശൂന്യമാക്കാൻ എന്നെ പഠിപ്പിക്കണമേ, സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അടുത്തതായി ആത്മപരിത്യാഗമുണ്ടാകുമ്പോൾ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും. ഒരു നിയന്ത്രണവുമില്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ് വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുന്നത്? പലതരത്തിൽ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യരുണ്ട്, പലതരത്തിൽ. അപ്പോൾ ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായം 23-ാമത്തെ തിരുവചനത്തിൽ ആത്മപരിത്യാഗത്തിന്റെ ഒരു പഞ്ച് ഡയലോഗ് പറഞ്ഞുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ തീരുമാനമെടുക്കുന്ന ഒരു പെണ്ണിനെ നമ്മൾ പരിചയപ്പെടുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. അവൾ പറയുകയാണ്, കർത്താവിന്റെ മുൻപിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽ പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. വലതുകരമരുന്ന് വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, കർത്താവിന്റെ മുൻപിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽ പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്നതിനേക്കാൾ, പാപം ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതിനാണ്, കൊല്ലപ്പെടുന്നതിനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാൻ എൻ്റെ ജീവിതം വിലയുള്ളതായി കണക്കാക്കുന്നില്ല. ദൈവസന്നിധിയിൽ പരിശുദ്ധിയുള്ള ഒരാളായി ജീവിക്കുന്നതാണ് എനിക്ക് പ്രധാനപ്പെട്ടത്. ദൈവസന്നിധിയിൽ പരിശുദ്ധിയോടെ മരിച്ചാൽ, അതാണ് പരിശുദ്ധിയില്ലാതെ, വിശുദ്ധിയില്ലാതെ
മടിയില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ആരുടെ ഡയലോഗാണ്? ശരി, സൂസന്നയുടെ സൂസന്നയുടെ ഡയലോഗാണ്. സൂസന്ന എങ്ങനെയാണ് ഈ ഡയലോഗ് പറഞ്ഞതിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. സൂസന്നയോട് അവിടെയുള്ള ന്യായാധിപന്മാര് പറഞ്ഞു, നീ ഞങ്ങളുമായിട്ട് ശയിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ പറയും നീ വേറൊരുത്തനുമായിട്ട് നടക്കുന്നത് ഞങ്ങൾ കണ്ടു എന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു മകള് വന്നിട്ട് പറഞ്ഞു, ആ മകൾ ഒരു യുവാവുമായി പ്രണയത്തിലാണ്. മതത്തിന്റെ പേര് പറയാൻ പറ്റില്ല, എന്തായാലും ക്രിസ്ത്യാനി അല്ലാത്ത ഒരു യുവാവുമായി ഇവൾ പ്രണയത്തിലാണ്. എങ്ങനെയാണ് ആ പ്രണയത്തിൽ പെട്ടുപോയത്? വേറൊരാൾ ഇവളെ ശല്യപ്പെടുത്തിയപ്പോൾ ആ ശല്യത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ടാണ് ഇവൻ വന്നത്. അങ്ങനെ ഇപ്പോൾ അവന്റെ അടിമയാണ്. ശല്യത്തിൽ നിന്ന് രക്ഷിച്ചു കൊടുത്ത ആളുടെ ഇപ്പൊ അവനാണ് ശല്യം. ആ ശല്യം വിട്ടുപേക്ഷിക്കാൻ പറ്റുന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മകളെ, ഈ പ്രണയത്തിൽ തുടർന്നാൽ നിനക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പറ്റോ? ഇല്ല. കുമ്പസാരിക്കാൻ പറ്റോ? ഇല്ല. നിന്റെ മക്കളെ മാമോദീസ മുക്കാൻ പറ്റോ? ഇല്ല. നിന്റെ മക്കൾക്ക് പള്ളിയിൽ വെച്ച് കല്യാണം നടത്താൻ പറ്റോ? ഇല്ലേ, ഇല്ല. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. അപ്പൊ അച്ഛൻ അവൻ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ? വേണ്ട അച്ഛ, എനിക്ക് അവൻ മതി. ഹല്ലേലൂയ. അപ്പൊ അവള് ചോദിക്കുകയാണ്, അച്ഛാ, നമുക്ക് കല്യാണം കഴിക്കുമ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെയല്ലേ നമുക്ക് കഴിക്കേണ്ടത്? വെറുതെ അവര് അപ്പനും അമ്മയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നവരെ പോയി കല്യാണം കഴിക്കുക ശരിയാവോ? നമ്മെ മനസ്സിലാക്കുന്ന ഒരാളെയല്ലേ നമ്മൾ കല്യാണം കഴിക്കേണ്ടത്? അല്ലേ? അപ്പൊ അച്ഛൻ ചോദിച്ചു, മോളെ, ഇയാളെ നീ പരിചയപ്പെട്ടിട്ട് എത്ര നാളായി? 3 മാസം. ഓഹോ. ഈ 3 മാസത്തിനുള്ളിൽ നിനക്കൊരു കാര്യം മനസ്സിലായി. നിന്നെ ഈ ഭൂമിയിൽ ആകെ മനസ്സിലാക്കുന്ന ഒരാൾ, എടീ പൊട്ടി, നിനക്ക് നിന്റെ കണ്ണ് തന്നപ്പോ നീ പറഞ്ഞായിരുന്നോ, കർത്താവ് കണ്ണ് തരുമ്പോ കാഴ്ചയുള്ള കണ്ണ് തരണോ എന്ന് പറഞ്ഞിട്ടാണോ നിനക്ക് കാഴ്ചയുള്ള കണ്ണ് കിട്ടിയത്? ആണോ? കർത്താവ് കാത് തരുമ്പോ കേൾക്കാൻ പറ്റുന്ന കാത് തരണേ എന്ന് പറഞ്ഞിട്ടാണോ നിനക്ക് കേൾക്കാൻ പറ്റിയ കാത് കിട്ടിയത്? ഇതൊക്കെ നിനക്ക് ഇതുവരെ തന്നത് ആരാണ്? അപ്പോ നിന്റെ ജീവിത പങ്കാളിയെ നിന്നെ മനസ്സിലാക്കുന്ന, നിന്നെ സ്വർഗത്തിലെത്തിക്കാൻ നിന്നെ സഹായിക്കുന്ന നിന്റെ ജീവിത പങ്കാളിയെ ആര് നിനക്ക് തരും? പ്രിയപ്പെട്ടവരെ, ഹൃദയം കഠിനമാക്കിയാൽ പിന്നെ ഒന്നും കേൾക്കാൻ പറ്റില്ല. അവൾക്ക് 3 മാസമായി പരിചയപ്പെട്ട ആള് മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ്, നിന്നെ തന്നെ നീ പരിത്യജിക്കുന്നില്ലെങ്കിൽ നിനക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ പരിത്യജിച്ചാൽ നിനക്ക് എന്ത് സാധിക്കും? വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും. അപ്പോൾ അത് 3. നമുക്ക് വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, വിശുദ്ധിയിൽ ജീവിക്കാൻ തക്കവിധം ഞങ്ങളെ തന്നെ പരിത്യജിക്കാൻ, ലോകത്തെ പരിത്യജിക്കാൻ, ബന്ധങ്ങളെ പരിത്യജിക്കാൻ, തെറ്റായ കൂട്ടുകെട്ടുകളെ പരിത്യജിക്കാൻ കൃപ നൽകണമേ. അടുത്തത്, ദൈവത്തെ സ്വന്തമാക്കുന്നു എന്ന ഒരു പുണ്യമാണ്. ആത്മപരിത്യാഗമുള്ളവർക്ക് എന്തു കിട്ടും? ദൈവത്തെ സ്വന്തമാക്കാൻ സാധിക്കും. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. ഉറക്കം വരുന്നുണ്ടോ ആർക്കെങ്കിലും? ഇല്ല, ഉള്ള ഉറക്കം പോയല്ലേ. അപ്പോ ദൈവത്തെ, ഫ്രാൻസിസ് അസീസി ദൈവത്തെ സ്വന്തമാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അപ്പനെ വേണ്ട എന്ന് വെച്ചു. അപ്പന്റെ വീട്ടിലെ അവകാശങ്ങളെ വേണ്ട എന്ന് വെച്ചു. എനിക്ക് ദൈവം മതി. ഓരോ വിശുദ്ധരുടെയും ജീവിതം എടുത്ത് പരിശോധിച്ചോ. ദൈവത്തെ സ്വന്തമാക്കാൻ ലോകത്തെ വേണ്ട എന്ന് വെച്ചു. ലോകത്തെ വേണ്ട എന്ന് വെച്ചവർക്കൊക്കെ ദൈവം സ്വന്തമായി മാറി. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനത്തിലൂടെ ഈശോ അതാണ് പഠിപ്പിച്ചത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ തിരുവചനം എഴുതി വെക്കുന്നവർ എഴുതി വെച്ചോ. മത്തായി 6:33. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. നമ്മൾ എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നത് എപ്പോഴാണ്? ആദ്യമാണോ അവസാനമാണോ? ചില സ്ഥലങ്ങളിലെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം ചില ആളുകള് ഭക്ഷണം കഴിച്ച് ഹോംവർക്ക് കഴിഞ്ഞ് TV കണ്ട് സീരിയല് കഴിഞ്ഞ് ന്യൂസ് കേട്ട് ഫോണിലുള്ള എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ അയച്ച് എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിക്കാം. പാത്രമൊക്കെ കഴുകി വെച്ച് അപ്പൊ പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ടെൻഷൻ ഇല്ലാതെ പ്രാർത്ഥിക്കാം എന്നാണല്ലോ വിചാരിച്ചിട്ടാണ്. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. എല്ലാം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാനിരുന്ന പിന്നെ അതിനോർത്ത് ടെൻഷൻ അടിക്കണ്ട. പ്രിയപ്പെട്ടവർ, അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല എന്ന് മാത്രമല്ല, നമുക്ക് ബോധം ഉണ്ടാവില്ല. ടെൻഷൻ മാത്രമല്ല ഇല്ലാത്ത, ബോധം തന്നെ ഇല്ല. പിന്നെയാണ് ടെൻഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഒന്നും പറയുന്നില്ല. അപ്പൊ അത്രയും മതി. നിങ്ങൾ ആദ്യം, അതായത് ഇതിനെയാണ് പ്രിയപ്പെട്ടവരെ മറ്റുള്ളതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവിനെ അന്വേഷിക്കാമെന്നല്ല, കർത്താവിനെ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളത് എന്ന് പറയുന്ന മനോഭാവത്തെയാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറയാം. ഈശോയെ എല്ലാറ്റിനും ഉപരിയായി അങ്ങയെ സ്നേഹിക്കാൻ തക്ക വിധം, എല്ലാറ്റിനും ഉപരിയായി അങ്ങയെ അന്വേഷിക്കാൻ തക്ക വിധം എന്റെ ഹൃദയത്തിൽ ആത്മപരിത്യാഗത്തിന്റെ പുണ്യം വളർത്തണമേ. പ്രിയപ്പെട്ടവരെ, ആത്മപരിത്യാഗമുള്ളത് കൊണ്ടുള്ള അടുത്ത ഗുണം ദൈവൈക്യത്തിലാകുന്നു എന്നതാണ്. ദൈവത്തെ സ്വന്തമാക്കുന്നു, ദൈവൈക്യത്തിലാകുന്നു. എന്താണ് ദൈവൈക്യം എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത ആഴ്ച മുതൽ അമ്മ ത്രേസ്യയുടെ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. ദൈവവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്താണ്, അത് എങ്ങനെ വളർത്തിയെടുക്കാം, ദൈവ ഐക്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ വരുന്ന ആഴ്ചകളിൽ, ഇനി വരുന്ന ആഴ്ചകൾ മുതൽ അമ്മ ത്രേസ്യയുടെ തിരുനാളിന്റെ ഒരുക്കത്തിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ദൈവ ഐക്യത്തിലാകുന്നു. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ദൈവ ഐക്യത്തിലായത്? അമ്മ പറഞ്ഞു, എനിക്ക് കുറെ ആഗ്രഹങ്ങള്, സ്വപ്നങ്ങള്, പ്രതീക്ഷകള്, കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ട്. അമ്മ പറഞ്ഞു, മനസ്സിൽ പറഞ്ഞു, അമ്മയുടെ മനസ്സ് എനിക്കുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? പിള്ളേരുടെ ഭാഷയിൽ പറ, സൈഡാക്കുന്നു. എനിക്ക് ആർക്കാണ് സ്വന്തം ജീവിതത്തെ കുറിച്ച് ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ ഇല്ലാത്തത്? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും കിട്ടിയാൽ മതി, എവിടെയെങ്കിലും ജീവിച്ചാൽ മതി, എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നാണോ നമ്മുടെ സ്വപ്നം? അല്ല. നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ അത് മാറ്റിവെക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ മാറ്റിവെക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു മകളുടെ സാക്ഷ്യം ഇവിടെ വായിച്ചായിരുന്നു. ജർമ്മനിയിൽ ജോലി കിട്ടിയ ഒരു മകളുടെ സാക്ഷ്യം. ഈ മകള് വിവാഹത്തിന് മുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ജോലി കിട്ടിയിട്ട് മതി കല്യാണം, ജോലി കിട്ടിയിട്ട് മതി കല്യാണം. ഇല്ലേ, അങ്ങനെ പറയുന്ന ആളുകളില്ലേ? അപ്പോ കർത്താവ് ഒരു സന്ദേശം പറഞ്ഞു, മോളെ, നിന്റെ ജോലി കല്യാണം കഴിഞ്ഞിട്ടാണ്. നീ ഒരു കാര്യം ചെയ്യ്, ജോലിയുടെ കാര്യം സൈഡാക്ക്, എന്നിട്ട് കല്യാണത്തിന്റെ കാര്യം ഏറ്റെടുക്ക. വായിച്ച് കേട്ടില്ലേ സാക്ഷ്യം? അവള് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോ കർത്താവ് ജോലി കൊടുത്തു. നമ്മുടെ ഒരു ധാരണ, ജോലി ഉണ്ടെങ്കിലേ കല്യാണം നടക്കൂ എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനിടയിൽ ദൈവഹിതം എന്താണെന്ന് അന്വേഷിക്കാൻ ഒരു പെൺകുട്ടി 29 വയസ്സായി, കല്യാണം, ജോലി കിട്ടിയിട്ട് മതി. മോളെ, നീ ആദ്യം കല്യാണം നോക്ക്. വേണ്ട, ജോലി കിട്ടിയിട്ട് മതി. ദൈവത്തിന്റെ ഇഷ്ടം നിനക്ക് ആദ്യം കല്യാണം നടക്കുന്നതാണെന്നാണെങ്കിലോ, അങ്ങനെയൊന്നും വേണ്ട, എനിക്ക് ജോലി കിട്ടിയിട്ട് മതി.
ഇതിനെയാണ് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ തിരുഹിതം വെളിപ്പെട്ട് കിട്ടിയപ്പോ മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് അവൾ ദൈവവുമായി ഐക്യത്തിലായത്. ഇതിനെയാണ് യൂണിയൻ ഓഫ് വിൽ, ഹിതത്തിന്റെ മനസ്സിന്റെ ഐക്യമെന്ന് പറയുന്നത്. ദൈവവുമായിട്ടുള്ള ഐക്യം. അവന്റെ ഹിതം തന്നെ എൻ്റെ ഹിതം, അവന്റെ മനസ്സ് തന്നെ എൻ്റെ മനസ്സ്, അവന്റെ പദ്ധതി തന്നെ എൻ്റെ പദ്ധതി, അവന്റെ ഇഷ്ടം തന്നെ എൻ്റെ ഇഷ്ടം എന്ന് പറയണമെങ്കിൽ എൻ്റെ ഇഷ്ടവും എൻ്റെ ഹിതത്തോടും എനിക്ക് ഡിറ്റാച്ച്മെന്റ്, പരിത്യാഗമുണ്ടാകണം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ ഈശോയേ ഈശോയേ. പ്രിയപ്പെട്ടവരെ, 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ അച്ഛൻ വിചാരിച്ചു അച്ഛൻ രൂപതയിൽ വൈദികനാകുന്നതിന് വേണ്ടി രൂപതയിൽ ക്യാമ്പിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മിച്ച് പറഞ്ഞു, മോൻ രൂപതയിലെ ക്യാമ്പിന് പോകണ്ട, മഞ്ഞുമല്ലെ ക്യാമ്പിന് പോയാ മതി, ഈശോ അതാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ, നമ്മുടെ ഹിതവും